നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പെരുവനം കേരളലക്ഷ്മി സംസ്കൃതം സ്കൂളിന്റെ ശതാബ്ദി സമാപന ആഘോഷം ഈ മാസം 23 നടക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 3 സ്കൂൾ അങ്കണത്തിലാണ് സമാപന ആഘോഷ ചടങ്ങ് നടക്കുക. പാറളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് കോൾ കർഷക സമിതികളുടെ യോഗം ചേർന്നു. കൃഷിഭവനിൽ നടന്ന യോഗം പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. പാലിശ്ശേരി ശിരിശ്ശേരിക്കാവ് ക്ഷേത്രത്തിൽ അശ്വതിവേല മഹോത്സവത്തിന് കൊടിയേറി. ഈ മാസം 26 തിങ്കളാഴ്ചയാണ് ശിരിശ്ശേരിക്കാവ് അശ്വതിവേല. വാർത്തകൾ വിശദമായി. പെരുവനം കേരളലക്ഷ്മി സംസ്കൃതം സ്കൂളിന്റെ ശതാബ്ദി സമാപന ആഘോഷം ഈ മാസം 23 നടക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 3 സ്കൂൾ അങ്കണത്തിലാണ് സമാപന ആഘോഷ ചടങ്ങ് നടക്കുക. കാലടി സംസ്കൃതം സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ധർമ്മരാജ് അടാട്ട ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ചെർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷനാകും. 1954 കേരളത്തിൽ 2 സംസ്കൃതം സ്കൂളുകളിൽ ഒന്ന് പാലക്കാട് ലക്കിടിയിലേതും മറ്റൊന്ന് പെരുവനം കരയോഗം സ്കൂളുമായിരുന്നു. അക്കാലത്ത് ജില്ലയിലെ ഏക സംസ്കൃതം ഓറിയന്റൽ വിദ്യാലയവുമായിരുന്നു. കൊച്ചി രാജാവിന്റെ സദസ്സിലെ സംസ്കൃത പണ്ഡിതൻ കോച്ചാമ്പിള്ളി മഠത്തിൽ രാമൻ നമ്പ്യാരാണ് സ്കൂൾ സ്ഥാപിച്ചത്. 1926 കാലഘട്ടത്തിൽ സംസ്കൃതം പാഠശാലയായിട്ടാണ് സ്കൂൾ ആരംഭിച്ചത്. പെരുവനം കരയോഗം മലയാളം സ്കൂൾ എന്നറിയപ്പെട്ടിരുന്നത് പിന്നീട് അപ്പർ പ്രൈമറി വന്നതോടെ പെരുവനം കരയോഗം സംസ്കൃതം മിഡിൽ സ്കൂളായി മാറി. 1959 സ്കൂളിന് സർക്കാർ അംഗീകാരം ലഭിക്കുകയും സർക്കാർ എയ്ഡഡ് സംസ്കൃതം ഓറിയന്റൽ സ്കൂളായി മാറുകയും ചെയ്തു. കൃഷിക്കും കൈത്തൊഴിലിനും പ്രാധാന്യം നൽകിയുള്ള വിദ്യാഭ്യാസ രീതിയും ഇവിടെയുണ്ടായിരുന്നു. എഴുത്ത്, വായന, നെയ്ത്ത്, നൂൽക്കൽ, ചർക്ക പഠന ക്ലാസുകളും സ്കൂളിൽ ആദ്യകാലത്ത് നടന്നു. ഭാഷാ പണ്ഡിതരായ NV കൃഷ്ണവാര്യർ, MV കൃഷ്ണവാര്യർ, മേളത്തിൽ പ്രസിദ്ധരായ പെരുവനം നാരായണമാരാർ, അപ്പുമാരാർ, വൈദ്യൻ അനിയന്മാരാർ, ബ്രഹ്മശ്രീ KPC നാരായണൻ ഭട്ടതിരിപ്പാട്, KPC അനുജൻ ഭട്ടതിരിപ്പാട്, പെരുവനം കുട്ടന്മാരാർ, പെരുവനം സതീശന്മാരാർ, ഡോക്ടർ ഭാസ്കരൻ, ശാസ്ത്രകാരൻ ഡോക്ടർ പ്രസാദ്, ബാലസാഹിത്യകാരൻ PK നാരായണൻ നമ്പീശൻ തുടങ്ങിയവർ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. സംസ്കൃത വിദ്യാലയത്തിന്റെ മഹത്വം സ്കൂളിലെ അക്ഷരശ്ലോകം ഉൾപ്പെടെ വിദ്യാർത്ഥികളിൽ കലാനേട്ടവും പല പ്രതിഭകളെയും ഉന്നതിയിലേക്കും നയിച്ചു. ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി അക്ഷരമുറ്റം എന്ന പേരിൽ സോവനീർ കവർ പ്രകാശനം സാഹിത്യകാരി KR ദർശന നിർവഹിക്കും. പൂർവാധ്യാപകരെ ആദരിക്കൽ, കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകും. പ്രധാനാധ്യാപിക ലിനറ്റ് മേരി ജോസ് V, സംഘാടക സമിതി കൺവീനർ K രാമകൃഷ്ണൻ, മനോഹർലാൽ, അബു പാലിയത്ത്, ജയന്തി, മാലിക, രവീന്ദ്രനാഥ് പട്ടത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാലടി സംസ്കൃത സർവകലാശാല മുൻ VC ആയ നമ്മുടെ അടാട്ട് സാറിനെ കോണ്ടാക്ട് ചെയ്യുകയും അദ്ദേഹം സ്വയം അത് സ്വീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ 23-ാം തീയതി നമ്മുടെ സമാപന യോഗം നടക്കുകയാണ്. ആ സമാപന യോഗത്തോടനുബന്ധിച്ച് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനമായിട്ട് ഒന്ന്, മുൻ അധ്യാപകർ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വട്ടത്തുണ്ടായിരുന്ന പഴയ അധ്യാപകരെ ആദരിക്കുക. അതുപോലെ ഈ കലാലയത്തിൽ നിന്ന് പഠിച്ച് പോയി ഉന്നത ശ്രേണിയിലെത്തിയ അല്ലെങ്കിൽ പ്രസിദ്ധരായവരെ ആദരിക്കുക. അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തി ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അധ്യാപകരായിട്ടുള്ള എന്നെ പഠിപ്പിച്ച അധ്യാപകനായ ശ്രീദാസന്മാർ തൊട്ട് ഉള്ള ആൾക്കാരെ ആദരിക്കുന്ന ഒരു പരിപാടി അതിനോട് അനുബന്ധിച്ച് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പാറളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് കോൾ കർഷക സമിതികളുടെ യോഗം ചേർന്നു. കൃഷിഭവനിൽ നടന്ന യോഗം പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. അധ്യക്ഷനായ വൈസ് പ്രസിഡന്റ് മനോജ് അയ്യപ്പത്ത, കൃഷി ഓഫീസർ DT എന്നിവർ സംസാരിച്ചു. കർഷകർ നേരിടുന്ന പ്രതിസന്ധികളും കർഷകരുടെ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളും യോഗത്തിൽ ചർച്ച ചെയ്തു. കൂലിച്ചെലവ്, കുമ്മായം, അതിൻ്റെ നമ്മൾ നോക്കിയിട്ട് പദ്ധതി വിഹിതം അങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് വിത്ത് എഴുതിയിട്ടുണ്ട്. വിത്ത് അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പദ്ധതിയിൽ എന്താണ് ചെയ്യാൻ സാധ്യമായ കാര്യങ്ങൾ
ഫണ്ട് റേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ നോക്കി പരമാവധി ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ കൊയ്ത്തിന് മുൻപായിട്ട് യൂണിയൻകാരുടെയും സപ്ലൈ അത് നമുക്ക് യോഗം വിളിക്കാം, പഞ്ചായത്തിൽ വിളിച്ചിട്ട് അവരുടെ ഒരു കൃത്യമായ ഇടപെടൽ നമ്മുടെ കർഷകരുടെ ഈ ഒരു പ്രതിസന്ധി നീക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. പാലിശ്ശേരി ശിരിശ്ശേരിക്കാവ് ക്ഷേത്രത്തിൽ അശ്വതിവേല മഹോത്സവത്തിന് കൊടിയേറി. ഈ മാസം 26 തിങ്കളാഴ്ചയാണ് ശിരിശ്ശേരിക്കാവ് അശ്വതിവേല. തട്ടകത്തിൽ നിന്ന് ദേശക്കാർ മുറിച്ചു കൊണ്ടുവന്ന അലങ്കരിച്ച കൊടിമരത്തിന്റെ പൂജ നടത്തി. മേൽശാന്തി പാറേക്കാട്ട് പരമേശ്വരൻ നമ്പൂതിരി കൊടിമരം പൂജിച്ചു. തുടർന്ന് ക്ഷേത്രം 3 തവണ പ്രദക്ഷിണം ചെയ്തു. ശരിശ്ശേരിക്കാവ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പാലിശ്ശേരി ദേശം വേലാഘോഷ കമ്മിറ്റി, അവണിശ്ശേരി ദേശം വേലാഘോഷ കമ്മിറ്റി എന്നിവർ ചേർന്നാണ് കൊടിയേറ്റം നടത്തിയത്. തുടർന്ന് പല്ലാവൂർ ശ്രീധരൻ നയിച്ച പഞ്ചവാദ്യത്തോടെ വലിയ ചുറ്റുവിളക്കും നടന്നു. പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ പ്രധാന ചടങ്ങായ ശ്രീകോവിലിന്റെ ഉത്തരം വെപ്പ് ഫെബ്രുവരി 1 നടക്കും. ഞായറാഴ്ച രാവിലെ 7:50-നും 9:00-നും മധ്യയുള്ള മുഹൂർത്തത്തിലാണ് ചടങ്ങെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അംഗങ്ങൾ, സിനിമാ, സാംസ്കാരിക, ആധ്യാത്മിക മേഖലകളിലെ വിശിഷ്ട വ്യക്തികൾ എന്നിവർ പരിപാടിയിൽ സംബന്ധിക്കും. ഉത്തരം വെപ്പിന്റെ ഭാഗമായി ഈ മാസം 24, 25, 26, 27 തീയതികളിലായി 80ഓളം ക്ഷേത്രങ്ങളിലേക്കുള്ള വിളംബര ഘോഷയാത്ര നടക്കും. പുള്ള കാർത്യായനി ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ എം മനോജ് കുമാർ വിളംബര ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രം തന്ത്രി ചെറുകുന്ന മന വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗൃഹശാന്തി പൂജ, വാസ്തുപൂജ, ഭഗവത് സേവ എന്നിവയും നടക്കും. പഴുവൻ ദേവസ്വം ഓഫീസർ PU നന്ദനൻ, ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് PA ദേവിദാസ്, സെക്രട്ടറി MN സുബ്രഹ്മണ്യൻ, മാതൃവേദി പ്രസിഡന്റ് വിജയപ്രഭാകരൻ, വൈസ് പ്രസിഡന്റ് AB ജയപ്രകാശ്, ജോയിന്റ് സെക്രട്ടറി NI രാധാകൃഷ്ണൻ, ഇൻഫർമേഷൻ ഓഫീസർ തുളസി മോഹൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുൻപ് നമ്മള് ഡേ വൈസ് പ്രോഗ്രാമാണ് വിളംബര ഘോഷയാത്രയുടെ. അപ്പൊ അത് 4 ദിവസത്തെ പ്രോഗ്രാമാണ്. അത് കഴിഞ്ഞിട്ട് ഈ 1-ാം തീയതിയാണ് ഉത്തരവെപ്പ്. ഉത്തരവെപ്പാണ് ഇതിലെ ഒരു മേജർ ചടങ്ങ്. നമ്മള് വെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു ശുഭമുഹൂർത്തം നമ്മൾ സെലക്ട് ചെയ്തിട്ട് അന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതിനാൽ നേരത്തെ പറഞ്ഞ പോലെ 7:50 മുതൽ 9 വരെയുള്ള മുഹൂർത്താണ് അതിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. പിന്നെ 10 മണിക്ക് ഗൃഹശാന്തി ഹോമം, പിന്നെ 11:30 നമ്മള് ഇവിടെ പ്രസാദൂട്ട് നടത്തുന്നുണ്ട്. ഏകദേശം നമ്മളൊരു 1000 തൊട്ട് 1200 ആൾക്കാരാണ് ഭക്ഷണം സദ്യയായിട്ട് ആണ് നടത്തുന്നത്. കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കൃഷ്ണദേവിന് അനുമോദനം. കോൺഗ്രസ് താന്യ മണ്ഡലം കമ്മിറ്റിയാണ് അനുമോദനം ഒരുക്കിയത്. ശാസ്ത്രീയ സംഗീതം, അഷ്ടപതി, സംസ്കൃത ആലാപനം എന്നിവയിലാണ് കൃഷ്ണദേവ് A ഗ്രേഡ് നേടിയത്. പഴുവിൽ സെയിന്റ് ആന്റണീസ് ഹൈസ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിയും കീഴുപിള്ളിക്കര മുത്രത്തിപ്പറമ്പിൽ ദിലീപ് കുമാർ സുനിത ദമ്പതികളുടെ മകനുമാണ് കൃഷ്ണദേവ്. കൃഷ്ണദേവ് ദിലീപ് കുമാറിനെ വീട്ടിൽ നേരിട്ടെത്തിയാണ് കോൺഗ്രസ് അനുമോദിച്ചത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷനായി. കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് VK സുശീലൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ, CMP ജില്ലാ കമ്മിറ്റി അംഗം PB രമേശ്, ഹബീബുള്ള, KR ജോഷി, വിജയലക്ഷ്മി, ബെന്നി തട്ടിൽ എന്നിവർ സംസാരിച്ചു. ലൂയിസ് താണിക്കൽ, MK ശ്രീധരൻ, പ്രദീപ് കുമാർ, പോൾ പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. അച്ഛൻ മറ്റ് എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടാണ് കൃഷ്ണദേവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ പരിപാടികളിലും പങ്കെടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു ഈ അടുത്ത കാലത്ത് അഭ്യസിച്ചതാണ് കൃഷ്ണദേവ് അഷ്ടപതി. അഷ്ടപതിയിൽ പെട്ടെന്നൊരാൾ കടന്നു വന്ന് A ഗ്രേഡ് നേടുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഗാനം ഇത് മാത്രം ആലപിച്ചാൽ പോരാ, ഒപ്പം ഇടയ്ക്ക് കൂടി കൊട്ടി അതിൽ മത്സരത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ, അതിൽ A ഗ്രേഡ് നേടുക എന്ന് പറഞ്ഞാൽ അത് പാരമ്പര്യമായിട്ട് കുറേ ഈ കുടുംബങ്ങളുണ്ട് ഇതൊക്കെ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന. അവരാണ് ആ കാര്യത്തിലൊക്കെ മികച്ചു നിൽക്കാറ്. നമ്മുടെ ഇത്തരത്തിൽ നമ്മുടെ സാധാരണക്കാരായ ഒരു കുടുംബത്തിൽ നിന്ന്, ഒട്ടും പാരമ്പര്യമായിട്ട് ഇല്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടി കടന്നു വന്ന് അതിൽ A ഗ്രേഡ് നേടുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. ചേറ്റുവ അഞ്ചങ്ങാടിയിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളത്തിൽ നിന്ന് കടലിൽ വീണ തൊഴിലാളിയെ കാണാതായി. ഏങ്ങണ്ടിയൂർ ഏത്തായ് സ്വദേശി വിജീഷിനെയാണ് കാണാതായത്.
ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം. ചേറ്റുവ അഞ്ചങ്ങാടിക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ശിവശക്തി എന്ന ഫൈബർ വള്ളത്തിലാണ് വിജീഷ് മത്സ്യബന്ധനത്തിനിറങ്ങിയത്. ഇയാളെ കണ്ടെത്താൻ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം മുനയ്ക്കക്കടവ് തീരദേശ പോലീസും കടലിൽ തെരച്ചിൽ നടത്തിവരികയാണ്. ഏത്തായിലെ സ്വന്തം പുരയിടം കാടിന് സമാനമായി വളർത്തിയെടുത്തതിൽ ഏറെ പ്രശസ്തിയും അംഗീകാരങ്ങളും നേടിയിരുന്നു വിജീഷ് ഏത്തായി. കുന്നംകുളത്ത് കോടതിയിൽ മോഷണ ശ്രമം. സെക്യൂരിറ്റി ജീവനക്കാരനെ കമ്പിപ്പാര കാട്ടി ഭയപ്പെടുത്തി മോഷ്ടാവ് രക്ഷപ്പെട്ടു. കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് മോഷണ ശ്രമം നടന്നത്. നഗരമധ്യത്തിൽ അതീവ സുരക്ഷാ മേഖലയായ കോടതിയിലാണ് മോഷണം ശ്രമമുണ്ടായത്. ബുധനാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. കോടതിയുടെ ഓഫീസ് മുറിയുടെ താഴെ പൊളിച്ചാണ് മോഷ്ടാവ് അകത്തു കയറിയത്. താഴെ തകർക്കുന്ന ശബ്ദം സെക്യൂരിറ്റി ജീവനക്കാരൻ കേട്ടതാണ് മോഷണശ്രമം വിഫലമാകാൻ കാരണമായത്. ശബ്ദം കേട്ടെത്തിയ സെക്യൂരിറ്റി ജീവനക്കാരൻ മോഷ്ടാവിനെ കണ്ടെത്തുകയായിരുന്നു. ഹിന്ദിയിലാണ് ഇയാൾ സംസാരിച്ചതെന്ന് പറയുന്നു. മോഷ്ടാവാണെന്ന് വ്യക്തമായതോടെ സെക്യൂരിറ്റി ജീവനക്കാരൻ ഇയാളെ പിടികൂടാൻ ശ്രമിച്ചു. ഇതോടെ മോഷ്ടാവ് കൈവശം കരുതിയിരുന്ന കമ്പിപ്പാര കൊണ്ട് ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തൊട്ടു പിന്നാലെ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. വിവരമറിഞ്ഞ ഉടൻ തന്നെ നൈറ്റ് ഓഫീസർ ഗ്രേഡ് ASI സന്തോഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി. തുടർന്ന് കോടതിയുടെ പരിസര പ്രദേശങ്ങളിൽ വ്യാപകമായി തെരച്ചിൽ നടത്തിയെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താനായില്ല. നിലവിൽ കോടതി ഓഫീസിൽ നിന്ന് മറ്റ് രേഖകളോ വസ്തുക്കളോ മോഷണം പോയിട്ടില്ലെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവ സമയത്ത് തന്നെ കോടതിക്ക് സമീപത്തെ വീട്ടിൽ നിന്ന് ബൈക്ക് മോഷണം പോയിട്ടുണ്ട്. 2 സംഭവത്തിന് പിന്നിലും ഒരേ മോഷ്ടാവാണോ എന്നതിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച കുന്നംകുളം പോലീസ് അന്വേഷണം ശക്തമാക്കി. കയ്പമംഗലത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് മൊബൈൽ ഫോൺ കവർന്ന കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. ചളിങ്ങാട് സ്വദേശി പത്തമ്പള്ളി വീട്ടിൽ നസ്മലാണ് അറസ്റ്റിലായത്. ചാമക്കാല സ്വദേശി കിഴയപ്പാട്ട് വീട്ടിൽ നിസാമുദ്ദീനെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. കയ്പമംഗലം ബോർഡിനടുത്ത് സായി പർവീസ് സെന്ററിന് മുന്നിൽ വെച്ച് നിസാമുദ്ദീനെ ഭീഷണിപ്പെടുത്തി ബൈക്കിൽ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് പ്രതിയുടെ വീട്ടിൽ യുവാവിനെ വൈകിട്ട് 4 മണിവരെ തടവിലിട്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതായാണ് പരാതി. പിന്നീട് 25,000 രൂപ വില വരുന്ന മൊബൈൽ ഫോൺ പ്രതികൾ കവരുകയും ചെയ്തു. കേസിലെ പ്രതികളും കയ്പമംഗലം സ്റ്റേഷൻ റൌഡികളുമായ കയ്പമംഗലം പള്ളിപ്പറമ്പിൽ വീട്ടിൽ ഷാബിത്ത്, കൂരിക്കുഴി പുതിയ വീട്ടിൽ ഫാസിൽ എന്നിവരെ കഴിഞ്ഞ ഡിസംബർ 7-ന് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതി നസ്മലിനെ കോടതി റിമാൻഡ് ചെയ്തു. കയ്പമംഗലം SI ഋഷി പ്രസാദ്, ഡാൻസ് ഓഫ് സ്ക്വാഡ് അംഗങ്ങളായ SI പ്രദീപ്, ഗ്രേഡ് ASI ലിജു ഇയാനി, ഗ്രേഡ് സീനിയർ CPO ബിജു, CPOമാരായ നിശാന്ത്, സുർജിത്ത്, ഗ്രേഡ് ASI അഭിലാഷ്, CPOമാരായ സുനിൽകുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കയ്പമംഗലത്ത് സഞ്ചരിക്കുന്ന ബാറിൽ മദ്യവിൽപ്പന നടത്തിയ ഓട്ടോ ഡ്രൈവർ എക്സൈസിന്റെ പിടിയിൽ. കയ്പമംഗലം ഡോക്ടർപടി ചോറാട്ടിൽ വീട്ടിൽ ബൈജു ആണ് അറസ്റ്റിലായത്. എക്സൈസ് കൊടുങ്ങല്ലൂർ റേഞ്ച് ഓഫീസർ VS പ്രദീപിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ഓട്ടോറിക്ഷയിൽ നടത്തിവന്ന മദ്യവിൽപ്പന കണ്ടെത്തിയത്. പ്രതി ബൈജുവിന്റെ ഓട്ടോറിക്ഷയിൽ നിന്ന് 10 ലിറ്റർ മദ്യം പിടിച്ചെടുത്തു. അനധികൃത മദ്യവിൽപ്പന നടത്തിയതിന് മുൻപും ഇയാൾ പിടിയിലായിട്ടുണ്ട്. പ്രതിയെ കൊടുങ്ങല്ലൂർ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ CV ശിവൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ IV സാബു, KM സിജാദ്, മുഹമ്മദ് ദിൽഷാദ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുധ, ശ്രുതി, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ CP സഞ്ജയ് എന്നിവരടങ്ങിയ സംഘമാണ് അനധികൃത മദ്യവിൽപ്പന പിടികൂടിയത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,415 രൂപ, പവന് 1,15,320 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പെരുവനം കേരളലക്ഷ്മി സംസ്കൃതം സ്കൂളിന്റെ ശതാബ്ദി സമാപന ആഘോഷം ഈ മാസം 23-ന് നടക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 3-ന് സ്കൂൾ അങ്കണത്തിലാണ് സമാപന ആഘോഷ ചടങ്ങ് നടക്കുക. പാറളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് കോൾ കർഷക സമിതികളുടെ യോഗം ചേർന്നു. കൃഷിഭവനിൽ നടന്ന യോഗം പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. പാലിശ്ശേരി ശിരിശ്ശേരിക്കാവ് ക്ഷേത്രത്തിൽ അശ്വതിവേല മഹോത്സവത്തിന് കൊടിയേറി. ഈ മാസം 26-ന് തിങ്കളാഴ്ചയാണ് ശിരിശ്ശേരിക്കാവ് അശ്വതിവേല.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.